കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഇവിടെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയും ആ പ്രസ്താവനയെ ന്യായീകരിച്ചുകൊണ്ട് മന്ത്രിമാരും എല്ലാവരും അല്ലെങ്കിൽ പാർട്ടി അംഗങ്ങളൊക്കെ രംഗത്തേക്ക് വരുന്നത്. എന്തായാലും ചെറ്റത്തരത്തിന് പുതിയ മാനങ്ങളായിട്ടുണ്ട്. AK ബാലനാണ് പുതിയൊരു വേർഷൻ അതിന് പറഞ്ഞു തരുന്നത്. ഇത്തവണ അദ്ദേഹം മലയാളം നിഘണ്ടുവുമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ സുധാകരനെ ചെറ്റ എന്നൊന്നും വിളിച്ചിട്ടില്ലല്ലോ ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഞങ്ങൾ ചെറ്റത്തരമെന്നല്ലേ പറയുന്നത്. അത് അയാൾക്ക് യോജിച്ചതാണ്. നിഘണ്ടുവിലെ അർത്ഥം വേറെയാണ്. ഏതായാലും AK ബാലൻ എന്ന പിണറായി വിജയന്റെ ന്യായീകരണ തൊഴിലാളി, പിണറായി വിജയൻ എന്ന് പറയുന്ന CPM നേതാവിന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ന്യായീകരണ തൊഴിലാളിയാണ് AK ബാലൻ എന്ന പുതുമയുള്ള കാര്യമൊന്നുമല്ല. AK ബാലൻ എവിടെ പോയി എന്നാണ് നാട്ടുകാർ നോക്കിക്കൊണ്ടിരുന്നത്. കാര്യം ചില കാര്യങ്ങൾ, ചില പ്രസ്താവനകൾ പിണറായി പറയുമ്പോൾ പിണറായിക്ക് സപ്പോർട്ടായിട്ട് ആദ്യം വരുന്നത് AK ബാലനാണ്. AK ബാലന് പ്രായപരിധിയുടെ കാര്യത്തിൽ ഇപ്പോൾ അദ്ദേഹം പാർട്ടിയിൽ CC അംഗമായിരുന്ന അദ്ദേഹമൊക്കെ ഇപ്പം പാർട്ടിയിൽ അത്ര സജീവമല്ല. അതിൽ അദ്ദേഹം സങ്കടപ്പെട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഏതായാലും AK ബാലൻ എന്ന് പറയുന്നത് പിണറായി വിജയന്റെ മനസ്സാണ് എന്ന് പറയുന്നവരും നിറയെ പാർട്ടി പ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും ഉണ്ട്. അപ്പൊ ഇത് അദ്ദേഹം പറയുന്നതിൽ യാതൊരു കാര്യം ന്യായീകരിക്കാൻ വേറെ ആര് വന്നില്ലെങ്കിലും ഇദ്ദേഹം എത്തിക്കോളും. അത് പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ നാടൻ ഭാഷയിൽ ചറുക്കി താഴെ വീഴുന്നത് ബാലനായിരിക്കും. കാര്യം ഇതിപ്പോ പറഞ്ഞത് ഭാഷാ നിഘണ്ടു, അദ്ദേഹത്തെ നിഘണ്ടു കൊണ്ടുവന്ന് വായിച്ചോ? അതെ, നിഘണ്ടു കൊണ്ടുവന്നിട്ട് ചെറ്റത്തരം എന്നാൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല വരുന്നത്, അല്പത്തരം എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അത് അയാൾ അല്പനാണ്, അതുകൊണ്ടാണല്ലോ അയാൾ പാർട്ടി വിട്ടുപോയത് എന്നൊരു നിലപാടാണ് ഇദ്ദേഹം പറയുന്നത്. അതേപോലെ നിഘണ്ടുവിനകത്തിൽ മറ്റൊരുപാട് പദങ്ങൾ ഉണ്ടെന്നാണ് മന്ത്രിയോട് നമുക്ക് പറയാനുള്ളത്. ഇപ്പോ നമ്മുടെ മലയാള ഭാഷ അനുസരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, അതെ, അപ്പോ നമ്മുടെ മലയാള ഭാഷ അനുസരിച്ച് നമുക്ക് അമ്മയെന്നും അച്ഛനെന്നും ഒന്നും പദങ്ങളില്ല. അതിന്റെയൊക്കെ യഥാർത്ഥ വാക്കുകൾ എന്ന് പറയുന്നത് തന്തയെന്നും തള്ളയെന്നുമാണ്. അതുകൊണ്ട് നാളെ തൊട്ട് ഇവർ രംഗത്തേക്ക് വന്നിട്ട് അല്ലയോ തന്തേ അങ്ങോട്ട് മാറി നിൽക്കൂ, അല്ലെങ്കിൽ അല്ലയോ പിതാവേ, പിതാശ്രീ, ഇങ്ങനെ ആരും അഭിസംബോധന ചെയ്യില്ലല്ലോ. അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ജോണേഴ്സ് മാറിപ്പോ, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ. പക്ഷെ നമ്മുടെയൊക്കെ ഇടങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെ സേഫ് ആയിട്ടുള്ള അച്ഛൻ അമ്മ പദങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത്, കാരണം നമ്മുടെ സംസ്കാരം അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ വളർന്നു വരുന്ന രീതി അനുസരിച്ച് നമുക്ക് അതാണ് ഒരു ബഹുമാനാർത്ഥമായി നമ്മൾ കൽപ്പിക്കുന്നത്. പിതാമഹ അല്ലെങ്കിൽ മാതാശ്രീ എന്നൊക്കെ പറയുന്നത് അല്പം കൂടി ഒരു പാണ്ഡിത്യമേറിയ വാക്കുകളായിട്ട്, അതൊരു നാടകീയതയല്ലേ, ഒരു അല്ല അങ്ങനെയാണ് ഒരു പാണ്ഡിത്യമേറിയ അല്ലെങ്കിൽ അങ്ങനെ സംസ്കൃത പദങ്ങളായിട്ടുമാണ് അത് ഉപയോഗിക്കുന്നത്. അച്ഛൻ അമ്മ എന്നുള്ളത് സ്വാഭാവികമായും ഒരു ബഹുമാനാർത്ഥം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ അതിന്റെയൊക്കെ മറ്റൊരു വേർഷൻ എന്ന് പറയുന്നത് തന്തയെന്നും തള്ളയെന്നുമാണ് നമുക്കിവിടെ മലയാള ഭാഷയിലെ യഥാർത്ഥ അർത്ഥങ്ങളായിട്ട് വരുന്നത്. പക്ഷെ ഇതാരും ഉപയോഗിക്കുന്നില്ല. അല്ലെങ്കിൽ ഇവരിത് നിയമസഭയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ സംസാരിക്കും, അല്ലെങ്കിൽ നിയമസഭയിൽ ഇനി മുതൽ മലയാളത്തിന്റെ മറ്റൊരു വേർഷൻ വാക്കുകൾ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിഘണ്ടു അനുസരിച്ച് എല്ലാ പദങ്ങളും നിങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അത് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് പറയാൻ വേണ്ടി നിഘണ്ടു എടുത്ത് പഠിച്ചു വന്നിട്ട് ചെറ്റത്തരമെന്നും ചെറ്റയെന്നും വിളിച്ചിട്ട് അതിന് ഇത്തരം മാനങ്ങൾ കൊടുക്കുക, അത് ന്യായീകരിക്കുക എന്ന് പറയുന്നത് അത് ഇവിടുത്തെ നിലപാടാണ്. അല്ലെങ്കിൽ നിഘണ്ടു അനുസരിച്ച് മാത്രം നിങ്ങൾ നിയമസഭയിൽ സംസാരിക്കുക. AK ബാലൻ എന്ന് പറയുന്ന നേതാവ് ഏത് അവസരത്തിൽ നമ്മൾ നോക്കുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ എപ്പോൾ പറയുമ്പോഴും അദ്ദേഹത്തിന്റെ സംരക്ഷണ കവചം തീർത്തുകൊണ്ടാണ് ഇദ്ദേഹം വരാറുള്ളത്. ഇപ്പൊ ഇതിനു മുമ്പ് ജമാഅത്തി പരാമർശം വന്നിരുന്നു. ജമാഅത്തി പരാമർശം എന്ന് പറയുന്ന അന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മാതൃഭൂമിയുടെ പാലക്കാടത്തെ ഒരു സീനിയർ റിപ്പോർട്ടറാണ്, മാതൃഭൂമിയിൽ ഏഷ്യാനെറ്റിലെ സീനിയർ റിപ്പോർട്ടറാണ് ഈ ബാലനെ കാണാൻ പോകുന്നത്. ബാലനൊന്നും പ്രത്യേകിച്ച് പണിയൊന്നും ഇപ്പോൾ ഇല്ല, പാർട്ടി പണിയൊന്നുമില്ല, പാലക്കാട് തന്നെ ഉണ്ട്, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇദ്ദേഹം മന്ത്രിപ്പണി ചെയ്ത സമയത്ത് VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ AK ബാലനും സുധാകരനും ഒക്കെ ഐസക്കും ഒക്കെ ഒരുമിച്ച് മന്ത്രിമാരായിരുന്ന ആൾക്കാരാണ്. അപ്പൊ ഇപ്പോ ഈ പറയുന്ന രീതിയിൽ ഈ അടുത്തിടയ്ക്ക് ഏഷ്യാനെറ്റിലെ റിപ്പോർട്ടർ ഇദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ ഈ പറയുന്ന ജമാഅത്തി പരാമർശം എന്ന് പറയുന്ന ആരും പ്രതീക്ഷിക്കാത്ത സമയത്താണ്. UDF ഭരണത്തിൽ വന്നാൽ ജമാഅത്ത് ആയിരിക്കും ഇവിടെ പോലീസിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ വെറുതെ ബാലൻ പറഞ്ഞതല്ല എന്നാണ് നമ്മൾ ഇതൊക്കെ സംസാരിച്ച ചില സുഹൃത്തുക്കൾ പറയുന്നത്. ബാലൻ പറഞ്ഞതല്ല, ബാലനെ കൊണ്ട് പറയിച്ചതാണ് എന്ന് വരെ പറയുന്നുണ്ട്. ഇപ്പൊ ഈ നിഘണ്ടുമായി പറയിച്ചത് ഇത് നിയമസഭയിൽ നിന്ന് കൊടുത്തുവിട്ട അല്ല, ഇത് അങ്ങനല്ല, ഇത് നിയമസഭയിൽ നിന്ന് കൊടുത്തുവിട്ടുന്നില്ല. ബാലൻ ഇപ്പൊ MLA അല്ലല്ലോ, ബാലൻ MLA ഒന്നും അല്ലല്ലോ. പാർട്ടിയിൽ പോലും അദ്ദേഹത്തിന് ഈ പറയുന്ന പ്രായത്തിന്റെ പരിധി കൊണ്ട്, അതായത് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് ഇതിനുള്ള മറുപടി പറയുന്നതിന് തുല്യമാണ് AK ബാലൻ പറയുന്നത് നിങ്ങൾ കരുതിയാൽ മതി. പിണറായി വിജയൻ തിരിച്ച് സുധാകരനോട് പറയുന്നില്ല, പകരം ബാലനെ കൊണ്ട് പറയിക്കുന്നു എന്ന് നിങ്ങൾ കരുതിയാൽ മതി. പിന്നെ ബാലൻ പറയുന്നതിന് രാഷ്ട്രീയ കേരളമോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ സമൂഹമോ എത്ര വില കൊടുക്കുന്നു എന്ന് വെച്ചാൽ, ബാലൻ നമ്മൾ പറയുമല്ലോ, ബാലൻ കുട്ടി അറിയില്ല, ബാലന്റെ വിവരക്കേട് ബാലൻ പറയുന്നത് അങ്ങനെ ജനം കരുതുള്ളൂ.
കാര്യം ബാലൻ എന്ന് പറയുന്ന നേതാവ് പാർട്ടിയിൽ പിന്നെ ഉണ്ടായിരുന്നപ്പോഴും മന്ത്രിയായിരുന്നപ്പോഴും അദ്ദേഹം സുധാകരനെ വിമർശിക്കത്തക്ക രീതിയിൽ അത്ര കണ്ടങ്ങ് ഭയങ്കര കാര്യങ്ങളൊന്നും പറഞ്ഞായിട്ട് കേട്ടില്ല. സുധാകരനെ ഇപ്പൊ എല്ലാവരും സ്വാർത്ഥൻ എന്ന് പറയുന്നു, അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു. ഈ പ്രായപരിധി വെട്ടൽ വന്നിട്ടാണ് സുധാകരനോടൊപ്പം ഇദ്ദേഹം ഏൽക്കേണ്ടി വരുന്ന പ്രധാന പദങ്ങൾ എന്ന് പറഞ്ഞാൽ വഞ്ചകൻ എന്ന് വിളിച്ചു, ചെറ്റത്തരം ചെയ്യുന്ന ആളെന്ന് വിളിച്ചു, അതിന്റെ മറ്റൊരു വെർഷൻ എന്ന് പറയുന്നത് അല്പനാണ്. അപ്പൊ അല്പൻ എന്ന് വിളിച്ചു, ചതിയൻ എന്ന് വിളിച്ചു, ഇതെല്ലാം വിളിക്കുന്നുണ്ട്. അതേപോലെ പാർട്ടി വിട്ട ആളായതുകൊണ്ട് തന്നെ വെറും ഷൂ ആണ് അയാൾ. അല്ല, ഇതിനകത്ത് ഒരു കാര്യം എന്നറിയോ, ഈ ജി സുധാകരൻ എന്ന് പറയുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന വ്യക്തിയെ പ്രായപരിധി പറഞ്ഞുകൊണ്ടാണ് ബ്രാഞ്ചിലേക്ക് മാറ്റുന്നത്. ബ്രാഞ്ചിലേക്ക് മാറ്റുകയും ഈ നാസർ എന്ന് പറയുന്ന പിന്നെ ആലപ്പുഴയിലെ സഖാവും ഈ സജി ചെറിയാനും H സലാമും ഉൾപ്പെടെയുള്ള ആലപ്പുഴ ഘടകം പുതിയ കമ്മ്യൂണിസ്റ്റുകാർ ഇദ്ദേഹത്തെ ഇങ്ങനെ നിരന്തരം പീഡിപ്പിക്കുമ്പോൾ അതെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ കമ്മിറ്റികൾക്ക് വിളിക്കുന്നില്ല എന്നും ഇദ്ദേഹം പെട്ടെന്നൊരു ദേഷ്യം വരുന്ന ഒരാളാണല്ലോ. ഈ സുധാകരനെ സംബന്ധിച്ച് ഒരു പഴയ ആളെന്ന രീതിയിലും അദ്ദേഹത്തിന്റെ കാർക്കശ്യവും ഇത് പുതിയ തലമുറയ്ക്ക് പിടിക്കില്ല, എല്ലാവർക്കും അങ്ങനെ പിടിക്കണമെന്നില്ല. ഈ പഴയ ആളിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം പാർട്ടിക്കകത്ത് ഇത്രയും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഐസക്കിനെ അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ അന്നത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ചോദിച്ചു, എന്നെ ഇത്തരത്തിൽ എടുത്ത് മൊത്തത്തിൽ മെഴുകി വാരി ഇവരെല്ലാം കൂടെ ഇട്ട് ഇങ്ങനെ മാനസികമായി സൈബറിടങ്ങൾ കയറി എന്നെ മേഞ്ഞ് എന്റെ അച്ഛനെയും എന്നെയും എന്റെ കുടുംബത്തെയും ഒക്കെ പറഞ്ഞപ്പോൾ ഇവർക്ക് എവിടെ പോയിരുന്നു? അന്ന് ഈ പറയുന്ന ഏക്കവാലിന് എവിടെ പോയിരുന്നു? ഐസക്ക് തന്നെ കളിയാക്കുകയോ ചെയ്ത് അദ്ദേഹത്തിനെ. ഒന്ന് ആലോചിക്കുക. ഒരുമിച്ച് അതിന് ആൾക്കാർ തിരിച്ചു ചോദിക്കുന്ന കമന്റ്, എന്ന് ഐസക്ക് ഇനി പിന്നെ കോൺഗ്രസിന്റെ തൊപ്പി വെച്ച് ഐസക്ക് പോയിട്ടില്ല. ഐസക്ക് പത്തനംതിട്ട തോപ്പിച്ച പാർട്ടിക്കാരെ തോപ്പിച്ച ഈ ലോകസഭയിൽ അതറിയോ? ഈ ലോകസഭയിൽ ഇന്ന് പാലക്കാട് ഈ പാർട്ടി കൊണ്ടായിരിക്കുന്ന അപജയം, ബാലനെപ്പോൾ ഒരു വലിയ നേതാവ് അവിടെ ഉണ്ടല്ലോ. എന്താ ഈ പാർട്ടി ചെങ്കോട്ടയായിരുന്ന സ്ഥലമല്ലേ? ബാലൻ എന്തായി? ബാലനൊക്കെ എവിടെ പോയി? CPM-ന്റെ നേതാവല്ലേ, ഏറ്റവും വലിയ കൊടികെട്ടിയ നേതാവല്ലേ, പിണറായിക്ക് വേണ്ടി ജിഹു ആകുന്ന ആളല്ലേ. എന്താ ചെയ്യാത്ത? അവിടെ ഇപ്പൊ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പറ്റിയില്ലല്ലോ. എന്നിട്ട് എന്തിനാ ഈ വലിയ വർത്താനം പറയുന്നത്? നിഘണ്ടു. പിന്നെ ഈ പറയുന്ന ബാലൻ വിചാരിക്കുന്ന വെച്ചാൽ ബാലൻ ഒരു കാര്യവും കൊണ്ട് ഇങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം അങ്ങ് ഭയങ്കര വേദവാക്യമാണ്, സമൂഹം അങ്ങ് കാണുകയാണ്, താൻ പറയുന്നത് അങ്ങ് പ്രൊജക്ട് ചെയ്യുകയാണ്. അല്ല, എന്നാലും ഇതിന്റെ അർത്ഥം ബാലനാണ് അല്പത്തരം കാണിച്ചിരിക്കുന്നത്. അല്പന്ന് തന്നെയല്ലേ വിളിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഒരു ഇനി അങ്ങോട്ട് ഈ ഇലക്ഷൻ തീരാൻ 20 ദിവസം വരെയുണ്ട്. ഇനി അങ്ങോട്ട് ഒരു വേള ചിലപ്പോൾ ജി സുധാകരൻ ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും ഇവർ ഈ പുറത്തുപോയ വ്യക്തിയെ, അത് ഈ പാർട്ടിയുടെ ചരിത്രത്തിൽ അങ്ങനെയാ. പാർട്ടിക്കകത്ത് ഇത്രയും പീഡനം സഹിച്ച സുധാകരന് പാർട്ടിക്ക് പുറത്തു വന്നു കഴിഞ്ഞ് ഇവർ പറയുന്നതിൽ ഒരു ചുക്കും ചുണ്ണാമ്പ് സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും AK ബാലനാണെങ്കിൽ വിളിച്ചിട്ടുള്ളത് അല്പന്ന് തന്നെയല്ലേ, നിങ്ങളുടെ ഒരു മുതിർന്ന നേതാവിനെ തന്നെയല്ലേ നിങ്ങൾ അങ്ങനെ വിളിച്ചിട്ടുള്ളത്. അതിന്റെ അപ്പുറത്തേക്കും ഈ അല്പനാണെങ്കിലും നിഘണ്ടു പരാമർശങ്ങളാണെങ്കിലും ഇനി എത്രത്തോളം നിങ്ങൾക്ക് ഇതിൽ മെഴുകാൻ പറ്റും? കുറെ കാലമായി നിങ്ങൾ ഓരോ വെർഷനിലായിട്ട് ഓരോ ആൾക്കാർ വന്നിങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചിലരാണെങ്കിൽ നോ കമന്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ചു മുമ്പേ EP ജയരാജനെ മാധ്യമങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു വിഷയമായി ചോദിച്ചപ്പോൾ വലിയ രീതിയിലൊന്നും മറുപടി പറയുന്നില്ല. ഒരു പ്രത്യേകിച്ച് പ്രതികരണങ്ങളൊന്നും ഇല്ലാത്ത, അല്ല, നോ കമന്റ്സ് എന്ന രീതിയിൽ ഒരു പ്രതികരണങ്ങളില്ലാത്ത രീതിയിലാണ് തള്ളിക്കളയുന്നത്. അടുത്ത വിഷയത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോ ഒരിടങ്ങൾ ഒരു വിഭാഗം ആൾക്കാർ വാടച്ചിരിക്കുന്ന സ്ഥിതിയും മറ്റിടത്ത് ഇവരുടേതായിട്ടുള്ള ഭാഷാ നിഘണ്ടുകൾ പ്രകാരമുള്ള ഭാഷകൾ പ്രയോഗിച്ച് അവരെ അപമാനിക്കുന്ന രീതി, അതേപോലെ ഇടത് സൈബറിടങ്ങളിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. ഈ ജനവിധി എന്നൊക്കെ പറയുന്ന പോലെ, ജനകീയ കോടതി എന്നൊക്കെ പറയുന്ന പോലെ പാർട്ടി കോടതിക്കായിട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇനി അയാളുടെ ലേബൽ എന്ന് പറയുന്നത് ഇടത് സഞ്ചാരകൻ അല്ലെങ്കിൽ ഇടത് സഞ്ചാരി അങ്ങനെയൊന്നുമല്ല. അതിന്റെ അപ്പുറത്തേക്കും വർഗവഞ്ചകൻ എന്ന ലേബലിലേക്ക് നിങ്ങൾ തളച്ചിടുകയാണ്. വഞ്ചിച്ച ആളാണ് നിങ്ങൾ, പാർട്ടിയെ വഞ്ചിച്ചിരിക്കുന്നു, അത്തരം ലേബലിൽ ഒരാളെ വിളിക്കുക. അതിൽ കൂടുതലൊന്നുമല്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം നമ്മൾ കുറച്ചു മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞ പോലെ ചെറ്റയെന്ന് വിളിച്ചാൽ പോലും തനിക്ക് കുഴപ്പമില്ല എന്ന രീതിയിൽ അത് സ്വീകരിക്കുന്നത് തന്റെ പാർട്ടിയിൽ നിന്ന് അത് വിളിക്കുന്നത് കൊണ്ടായിരിക്കും. ചിലപ്പോൾ എതിർ പാർട്ടിയിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ രൂക്ഷമായി പറഞ്ഞേനെ, ഇത് തന്റെ അറിയാവുന്ന ആൾക്കാരെ, അദ്ദേഹം 60 കൊല്ലം ഉണ്ടായിരുന്ന പാർട്ടി, അതുകൊണ്ട് ഇതൊക്കെ താൻ സ്വീകരിക്കുന്നു തന്നെയാണ് അദ്ദേഹം പറഞ്ഞല്ലോ. അദ്ദേഹം ഒരു വേദിയിലും CPM-നെ വിമർശിച്ച് പറയില്ല എന്ന് പറഞ്ഞല്ലോ. ഇപ്പോഴും പിണറായി വിജയനെ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെയോ വിമർശിച്ചിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിച്ചിട്ടുണ്ടോ? അപ്പൊ അമ്പലപ്പുഴയിൽ അദ്ദേഹത്തിനെ അല്ലെങ്കിൽ ആലപ്പുഴയിൽ അദ്ദേഹത്തിനെ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ തന്നെയാണ് ഈ കണ്ടതെല്ലാം ചെയ്തത്. സഖികെട്ട് അദ്ദേഹം പാർട്ടിക്ക് പുറത്തു വന്നു. ഒന്നുമില്ല, പാർട്ടി അദ്ദേഹത്തിനെ പുറത്താക്കി, ശരിയായിരിക്കാം. അതിനു മുമ്പ് അദ്ദേഹം മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല. മെമ്പർഷിപ്പ് പുതുക്കുക എന്ന് പറയുന്നത് വർഷാവർഷം പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്ന സമയം വരുമ്പോൾ പറയുന്നു പാർട്ടിയിൽ അതുവരെയുള്ള അംഗങ്ങൾക്ക് മെമ്പർഷിപ്പ് പുതുക്കാം, ലെവി അടയ്ക്കാം, വേണമെങ്കിൽ തുടർന്നു പോകാം. ലെവി അടയ്ക്കാൻ താല്പര്യമില്ലാത്തവർക്ക് മെമ്പർഷിപ്പ് പുതുക്കണ്ട. അങ്ങനെ ഒരു നോർമൽ കോഴ്സിൽ അദ്ദേഹം മെമ്പർഷിപ്പ് പുതുക്കില്ല എന്നേ ഉള്ളൂ. അപ്പൊ ഇനിയും ഇന്നലെ തലതിരിച്ചു വെച്ചാണ് അദ്ദേഹം പ്രത്യശാസ്ത്രം വായിച്ചെന്ന് പറഞ്ഞ വേറൊരാളുണ്ട്, വിജയരാഘവൻ.
അല്ലെ എ വിജയരാഘവന്റെ ഭാര്യ മന്ത്രിയായതിന്റെ കഥയൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ അദ്ദേഹത്തിന് കേരളത്തിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പിണറായി വിജയന് പുറമെ ഒരു അംഗം എന്ന ഒരാളും കൂടെ അത് അദ്ദേഹത്തിന്റെ പേര് വരണമെന്നുണ്ടായിരുന്നു. പിന്നീട് ഈ പറയുന്ന എന്തൊക്കെയോ ചില ഉടമ്പടികൾ പ്രകാരമാണ് ഭാര്യയെ വീണ്ടും മത്സരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് സ്വാർത്ഥതയെക്കുറിച്ചൊന്നും ആരും കൂടുതൽ വിളമ്പണ്ട. ഏതായാലും AK ബാലൻ ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാണ്. പിണറായി വിജയൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ പറയാതിരുന്നു എന്നുണ്ടെങ്കിൽ ബാലൻ പറഞ്ഞു. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിന് തുല്യം തന്നെയാണ്.